വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എന്നാൽ നല്ല റിഫ്രഷ് ആയിട്ട് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനും നല്ല അടിപൊളി ഒരു ഹെൽത്തി, അത് സ്മൂത്തി ആണെങ്കിലും ജ്യൂസ് ആയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. എല്ലാവർക്കും കുടിക്കാം കേട്ടോ. ലോട്ടസ് സീഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ലോട്ടസ് സീഡ് വെച്ച് ഇപ്പോൾ നമുക്കൊരു 3 പേർക്കൊക്കെ നന്നായിട്ട് കുടിക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുത്ത് പാല് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മത്തൻകുരു, 2-3 കാഷ്യൂ, കുറച്ച് ഡേറ്റ്സ്, 1-2 ഡേറ്റ്സ് കൂടി ഇട്ട് നമുക്കൊന്ന് കുതിരാൻ വെക്കാം. രാവിലെ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ ആ ഒരു കൂളിങ്ങിൽ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുമല്ലോ. വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് എടുത്ത് അടിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ചുകൂടി പാല് കൂടി ചേർത്ത് കൊടുക്കുക, കറി അല്ലെങ്കിൽ കട്ടിയായി പോകും. അങ്ങനെ തന്നെ കോരിത്തിൻ്റെ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഞാനൊരു റോബസ്റ്റ പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ആപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ വെച്ച് നിങ്ങളുടെ തിക്നെസ് എങ്ങനെ വേണം, കോരി കുടിക്കാൻ പാകത്തിന് വേണം അല്ലെങ്കിൽ കുടിക്കാൻ പാകത്തിന് വേണം, എങ്ങനെ വേണേലും അത് നമുക്ക് എടുക്കാം. അതിലേക്ക് അല്പം തേനൊന്നും ചേർക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. കാര്യം ഇത് നല്ല രീതിയിൽ മധുരമുണ്ട്. അപ്പം എന്നാൽ ഇതേപോലെ ഒന്ന് അടിച്ച് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അല്പം കൊക്കോ പൗഡറോ അല്ലെങ്കിൽ അല്പം ഞാനിവിടെ ചേർക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചായ കാപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതേപോലെ സെർവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചുറ്റിനുമായിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സും കൂടെ ഇട്ട് അലങ്കരിക്കണമെന്ന് അലങ്കരിക്കാം. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാം. നല്ല റിഫ്രഷ്മെൻ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.